നമസ്കാരം. ഡെയിലി ലിസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം. പുതുയുഗപ്പിറവിയെന്ന് മുഖ്യമന്ത്രി. പ്രത്യേക നിയമസഭാ സമ്മേളനം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ശുദ്ധ തട്ടിപ്പെന്ന് വി ഡി സതീശൻ. ദാരിദ്ര്യം മുന്നിലുണ്ടെന്ന് പ്രഖ്യാപന സമ്മേളനത്തിൽ മമ്മൂട്ടി. രാപ്പകൽ സമരം അവസാനിപ്പിച്ച് ആശാപ്രവർത്തകർ. പ്രതിഷേധം ഇനി പ്രാദേശിക തലത്തിൽ. UDFന്റെ പിന്തുണ. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒറ്റക്കെട്ടായി ഇറങ്ങാൻ പുതിയ KPCC ഭാരവാഹി യോഗത്തിൽ തീരുമാനം. SIR-നെതിരെ നിയമ പോരാട്ടത്തിന് ശ്രമിക്കും. പാർട്ടി വോട്ടുകൾ നഷ്ടമാകാതിരിക്കാൻ ജാഗ്രത വേണമെന്ന നിർദ്ദേശം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചെടുക്കണമെന്ന അഭിപ്രായം യോഗം തള്ളി. ഉംറ തീർത്ഥാടക വിസയിൽ വലിയ ഭേദഗതി വരുത്തിയതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. പുതിയ ഭേദഗതിയിൽ വിസ ഇഷ്യൂ ചെയ്ത് 30 ദിവസത്തിനകം തീർത്ഥാടകർ സൗദിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ വിസ റദ്ദാക്കപ്പെടും. കുവൈറ്റിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വേട്ടയാടരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം. നിയമം ലംഘിച്ചാൽ കർശന നടപടി. വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഉപകരണങ്ങൾ, പരുന്തുകൾ എന്നിവ കണ്ടുകെട്ടുമെന്ന് മുന്നറിയിപ്പ്. വനിതാ ഏകദിന ലോകകപ്പ് ഫൈനൽ നാളെ. കന്നിക്കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഇന്ത്യയുടെ എതിരാളി ദക്ഷിണാഫ്രിക്ക. മത്സരം വൈകിട്ട് 3 മണി മുതൽ നവി മുംബൈയിൽ. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം രോഹൻ ബൊപ്പണ്ണ വിരമിച്ചു. 20 വർഷം നീണ്ടുനിന്ന കരിയർ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത് സാമൂഹ്യ മാധ്യമത്തിലൂടെ. അതിദാരിദ്ര്യമുക്ത കേരളത്തിൻ്റെ പൊതുസമ്മേളനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രഖ്യാപനം തട്ടിപ്പല്ല, യാഥാർത്ഥ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിദാരിദ്ര്യാവസ്ഥയെ മറികടന്നത് നാടിൻ്റെ സഹകരണത്തോടെയാണെന്നും അസാധ്യമായി ഒന്നുമില്ല എന്നും തെളിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് നവകേരളത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഫലപ്രദമായ ഇടപെടലുകൾ ഇനിയും തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് പുതിയൊരു കേരളത്തിൻ്റെ ഉദയമാണ്. നമ്മുടെ സങ്കല്പത്തിലുള്ള നവകേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത്. ഒരു മനുഷ്യജീവിയും വിശപ്പിൻ്റെയോ കൊടും ദാരിദ്ര്യത്തിൻ്റെയോ ആഘാതത്തിൽ വീണുപോകില്ല എന്ന് നമ്മുടെ നാട് ഉറപ്പാക്കുന്ന ചരിത്ര മുഹൂർത്തത്തിൽ ഇതിൽ ഭാഗഭാക്കാകുകയും ഇതിന് നേതൃത്വം കൊടുക്കുകയും ഇതിനാവശ്യമായ പിന്തുണ നൽകുകയും ചെയ്ത എല്ലാവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ. കേരളപ്പിറവി ദിനത്തിൽ തിരികെ പൊതുവേദിയിലെത്താൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് നടൻ മമ്മൂട്ടി. 8 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പൊതുവേദിയിലെത്തുന്നത്. 8 മാസം കൊണ്ട് സംസ്ഥാനത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമുണ്ടായിട്ടുണ്ട്. അതിദാരിദ്ര്യത്തിൽ നിന്നും മാത്രമാണ് നാം മാറിയത്, ദാരിദ്ര്യത്തിൽ നിന്നും മാറിയിട്ടില്ല. സാമൂഹ്യ ജീവിതം വികസിക്കാൻ ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു മാറ്റണം. അതിന് തോളോട് തോൾ ചേർന്ന് സാഹോദര്യത്തോടെ ദാരിദ്ര്യത്തെ നേരിടണമെന്നും മമ്മൂട്ടി പറഞ്ഞു. കേരളം എന്നേക്കാൾ ഇളയതാണ്, എന്നേക്കാൾ ചെറുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ്. നമ്മുടെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ 20-ലൊരു ഭാഗം പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത്. ഒരുപാട് സാമൂഹ്യ സേവന രംഗത്ത് നമ്മൾ ഒരുപാട് മുന്നിലാണ്, മറ്റു പലരെയൊക്കെ അപേക്ഷിച്ച് മുന്നിലാണ്. കേരളപ്പിറവി ദിനത്തിൽ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയത്. ഇത് പുതുയുഗപ്പിറവി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു.
കേരള ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായ അതിദരിദ്രമുക്ത കേരളം പ്രഖ്യാപിച്ചു. ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. പറഞ്ഞതൊക്കെ നടപ്പാക്കിയാണ് ഇടത് സർക്കാരിന് ശീലം. 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും സർക്കാർ മുക്തരാക്കി. ചരിത്ര മുഹൂർത്തത്തിലാണ് ഇന്ന് സഭ സമ്മേളിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ വർഷത്തെ കേരളപ്പിറവി ദിനം കേരള ജനതക്കാകെ ഒരു പുതുയുഗ പിറവിയുടെ ദിനമാണ്. അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്ന കാരണത്താൽ ചരിത്രത്തിൽ ഇടം നേടുന്ന കേരളപ്പിറവിയാണിത്. സഹകരിക്കാൻ തയ്യാറല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ അറിയിച്ചു. ശബരിമല സ്വർണ്ണ തട്ടിപ്പിൽ സമരത്തിൽ ആയതിനാലും അതിദരിദ്രമുക്ത പ്രഖ്യാപനം തട്ടിപ്പായതിനാലും സഭ ബഹിഷ്കരിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. തുടർന്ന് മുദ്രാവാക്യം വിളികളോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പൊള്ളയായ പ്രഖ്യാപനമാണെന്നും സർക്കാർ നടത്തുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള PR വർക്കാണെന്നും സഭ ബഹിഷ്കരിച്ച ശേഷം പ്രതിപക്ഷം ആരോപിച്ചു. പച്ച നുണകളുടെ സമാഹാരമാണത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ LDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ 4.5 ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ്. അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ 64,000 പേരായി മാറിയത്? ഇതിന്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ നിന്ന് കേരളം പല പദ്ധതികളിൽ നിന്നും പുറത്താവും. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ദോഷകരമായി മാറും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളം അതിദാരിദ്ര്യ മുക്തം എന്ന പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ശുദ്ധ തട്ടിപ്പെന്ന പ്രതിപക്ഷം. അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനം എന്നതിന്റെ ക്രെഡിറ്റ് കേന്ദ്രത്തിനും കൂടി അവകാശപ്പെട്ടതെന്ന് BJP പ്രതികരിച്ചു. അതേസമയം സർക്കാരിനെ പിന്തുണച്ച് യാക്കോബായ സഭ രംഗത്ത് വന്നു. കേരളത്തിൽ അതിദരിദ്രർ ഇല്ല എന്നത് ജീവൽ പ്രശ്നങ്ങൾ നേരിടുന്നവരോടുള്ള വെല്ലുവിളിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ലൈഫ് മിഷനിൽ അപേക്ഷ നൽകി അർഹതയുള്ള എത്ര പേർ മാറി നിൽക്കുന്നുണ്ട്? തെരഞ്ഞെടുപ്പ് പരാജയം മറികടക്കാനാണ് ഈ തട്ടിപ്പ് പ്രഖ്യാപനം നടത്തുന്നതെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച സത്യത്തിൽ ജീവൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോടുള്ളൊരു വെല്ലുവിളിയാണ്. അവരുടെ അവകാശങ്ങൾ യഥാർത്ഥത്തിലുള്ള നിഷേധമാണ്. സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനം PR സ്റ്റണ്ടെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ. ഇത് റീലാണോ എന്നത് വ്യക്തതയില്ലെന്നും ജബി മേത്തർ പറഞ്ഞു. അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്നുള്ള ഏറ്റവും വലിയൊരു PR സ്റ്റണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം അതിദാരിദ്ര്യമുക്തം എന്ന പ്രഖ്യാപനം വെറും PR പ്രവർത്തനം മാത്രമാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. 60,000 പേർ അതിദാരിദ്ര്യമുക്തരായെന്ന സംഖ്യ തന്നെ അടിസ്ഥാനമില്ലാത്തതാണ്. പാവപ്പെട്ടവർക്കുള്ള എല്ലാ സഹായവും കേന്ദ്ര സർക്കാരാണ് നൽകുന്നതെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. അതിദാരിദ്ര്യമുക്തം കേരളം എന്നുള്ള ഒരു പ്രചാരണ തട്ടിപ്പ് മാത്രമാണ്, ഒരു PR തട്ടിപ്പ് മാത്രമാണ്, ഒരു ആഗോള തട്ടിപ്പാണ് ഈ വിഷയത്തിൽ CPM ഗവൺമെന്റ് നടത്തുന്നത്. പ്രഖ്യാപനത്തെ തുടർന്ന് പാവപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാകുമെന്ന് സർക്കാർ മനസ്സിലാക്കണമെന്ന് BJP നേതാവ് MT രമേശും വ്യക്തമാക്കി. സർക്കാർ കേരളത്തിലെ ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കേരളത്തിൽ 6 ലക്ഷം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് എന്നാണ് ഔദ്യോഗികമായി സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുള്ള കണക്ക്. നിയമസഭ ബഹിഷ്കരിച്ചത് പ്രതിപക്ഷത്തിന്റെ ദയനീയാവസ്ഥയെന്ന് CPM നേതാവ് EP ജയരാജൻ. പ്രതിപക്ഷത്തിന് കേരള വിരുദ്ധ മനോഭാവമാണെന്നും EP ജയരാജൻ പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ദയനീയാവസ്ഥയാണ് ഇന്നും വ്യക്തമാക്കിയത്. അവർ കേരളത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സഹായിച്ചിട്ടുണ്ടോ? അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിൽ സർക്കാരിന് പിന്തുണയുമായി യാക്കോബായ സഭ. അതിദരിദ്രരില്ലാത്ത കേരളമെന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് യാക്കോബായ സഭ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ പറഞ്ഞു. അതിദരിദ്രമായിട്ടുള്ള ഒരു വിഭാഗം ഇല്ല എന്ന് ഗവൺമെന്റിന് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് കാരണങ്ങൾ ഉണ്ടാവണം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരത്തിന് അവസാനം സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരപ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. UDF വന്നാൽ ആദ്യ മന്ത്രിസഭയിൽ ആശമാരുടെ ആവശ്യത്തിൽ തീരുമാനമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. അതേസമയം സമരവേദിയിൽ ആശമാർക്ക് പിന്തുണയുമായി രാഹുൽ മാങ്കൂട്ടത്തിലെത്തി.
രാഹുൽ വേദി വിട്ടതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് വേദിയിലെത്തിയത്. ഫെബ്രുവരി 10 തിരുവനന്തപുരത്ത് മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് ആശാപ്രവർത്തകർ അറിയിച്ചു. ആശമാരുടെ ഓണറേറിയം 1000 രൂപ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപകൽ സമരം അവസാനിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കേരളപ്പിറവി ദിനത്തിൽ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്രതിജ്ഞാ റാലി നടത്തിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ റാലി ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ വരുമ്പോൾ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ ആശമാരുടെ കാര്യമാണ് നടപ്പിലാക്കുക എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. UDF സർക്കാർ 26-ൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങളുടെ തീരുമാനമാണ്. ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ അത് കഴിഞ്ഞ് വേറെ ഏത് കാര്യങ്ങളും നോക്കുള്ളൂ UDF. അതേസമയം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വേദിയിലെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി വിട്ടതിനു ശേഷമാണ് വി.ഡി. സതീശൻ സമരവേദിയിലെത്തിയത്. എന്നാൽ ഉദ്ഘാടനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് മടങ്ങിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സമരവേദിയിലെത്തി. വേദിയിൽ നിന്നും തന്നെ ഇറക്കിവിട്ടു എന്ന മാധ്യമ വാർത്തകൾക്ക് മറുപടിയായാണ് താൻ വീണ്ടും വേദിയിലെത്തിയതെന്നും ആശമാർക്ക് എല്ലാ പിന്തുണയും നൽകുന്നതായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അപ്പോൾ പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് ഞാൻ വാർത്ത കാണുന്നത് എന്നെ ആശാസമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഇതെൻ്റെ അമ്മമാരാണ്. ആ കുത്തിത്തിരിപ്പ് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, ഇതെൻ്റെ അമ്മമാരുടെ സമരമാണ്. അമ്മമാര് എന്തുണ്ടായാലും മക്കളെ ഇറക്കി വിടുകയുമില്ല, അങ്ങനെ ഇറക്കി വിട്ടാലും ഒരു മക്കളും ഇറങ്ങി പോകാനും പോകുന്നില്ല എന്ന് ഈ കുത്തിത്തിരിപ്പ് നടത്തുന്ന മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണം. ഞാനിവിടേക്ക് വരുമ്പോൾ എനിക്കറിയില്ലേ പ്രതിപക്ഷ നേതാവാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന്. ഇനി ആ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന കേരള നിയമസഭയിലേക്കല്ല ഇന്ന് ഞാൻ പോയത്. രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് ക്ഷണിച്ചിട്ടാണെന്നും തങ്ങളെ പിന്തുണച്ച എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നും ആശാപ്രവർത്തകർ അറിയിച്ചു. ഒരു കുപ്പി വെള്ളം കുടിക്കാനോ ഉള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത അവസരത്തിലാണ് അവിടെ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ആ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, PC വിഷ്ണുനാഥ് MLA തുടങ്ങിയവരും സമരപ്രതിജ്ഞാ റാലിയിൽ പങ്കെടുത്തു. സമരം 1 വർഷം തികയുന്ന 2026 ഫെബ്രുവരി 10 തിരുവനന്തപുരത്ത് ആശാപ്രവർത്തകർ മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഏറെക്കാലമായി പ്രവാസികളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ. ഇപ്പോൾ ഇതിന് വഴിയൊരുക്കുകയാണ് കേരള സർക്കാർ. ലോക കേരള സഭയിൽ ഉൾപ്പെടെ ഉയർന്ന ആശയത്തിന്റെ സാക്ഷാത്കാരമാണ് കേരള സർക്കാർ റൂട്ട്സ് മുഖേന അവതരിപ്പിക്കുന്ന നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി. ഇതിലൂടെ നിരവധി പ്രവാസികൾ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആകുമെന്ന് നോർക്ക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊലാശ്ശേരി പറഞ്ഞു. പദ്ധതിയുടെ സവിശേഷത എന്നത് 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസിനോടൊപ്പം 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. പ്രവാസിയോടൊപ്പം പ്രവാസിയുടെ കുടുംബത്തിനും ഇതിനകത്ത് പരിരക്ഷ നൽകുന്നുണ്ട്. സാധുവായ നോർക്ക പ്രവാസി ID കാർഡുള്ള പ്രവാസി കേരളീയർ, വിദേശത്ത് പഠിക്കുന്ന നോർക്ക സ്റ്റുഡൻസ് ID കാർഡുള്ള വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള NRK ID കാർഡുള്ള പ്രവാസികൾ എന്നിവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 18 നും 70 വയസ്സിനും ഇടയിലുള്ള പ്രവാസികൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാം. പദ്ധതിയുടെ ഭാഗമായിട്ട് നിലവിലുള്ള ഏത് ആരോഗ്യ അവസ്ഥയോടുകൂടി പ്രത്യേക മെഡിക്കൽ പരിശോധന ഇല്ലാതെ തന്നെ 18 നും 70 വയസ്സിനിടയിലുള്ള പ്രവാസി മലയാളികൾക്ക് ഈ പദ്ധതിയിൽ ഭാഗമാകാം. ലോകത്തെമ്പാടുമുള്ള പ്രവാസി കേരളീയരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രതിബദ്ധതയുടെ തെളിവ് കൂടിയാണ് നോർക്ക കെയർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒറ്റക്കെട്ടായി ഇറങ്ങാൻ പുതിയ KPCC ഭാരവാഹി യോഗത്തിൽ തീരുമാനം. SIR-നെതിരെ നിയമ പോരാട്ടത്തിന് ശ്രമിക്കും. അതേസമയം പാർട്ടി വോട്ടുകൾ നഷ്ടമാകാതിരിക്കാൻ ജാഗ്രത വേണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചെടുക്കണമെന്ന അഭിപ്രായത്തിന് യോഗത്തിൽ പിന്തുണ കിട്ടിയില്ല. പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള KPCC ഭാരവാഹികളുടെ ആദ്യ യോഗമാണ് ഇന്ന് നടന്നത്. അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് മാറി നിൽക്കുകയായിരുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കം തന്നെയായിരുന്നു പ്രധാന അജണ്ട. തെരഞ്ഞെടുപ്പിനായി ഒറ്റക്കെട്ടായി ഇറങ്ങാൻ യോഗം തീരുമാനമെടുത്തു. ഭാരവാഹികളുടെ ചുമതലകൾ നിശ്ചയിക്കാൻ KPCC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി. SIR-നെതിരെ നിയമപോരാട്ടം നടത്താൻ യോഗത്തിൽ തീരുമാനമായി.
ഇക്കാര്യത്തിൽ പാർട്ടി ഉപസമിതിക്ക് രൂപം നൽകാനും ആലോചനയുണ്ടായി. അതേസമയം കോൺഗ്രസ് അനുകൂല വോട്ടുകൾ വെട്ടിപ്പോകാതിരിക്കാൻ ജാഗ്രത കാട്ടണമെന്നും ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകി. KPCC ഭാരവാഹികളുടെയും DCC പ്രസിഡന്റുമാരുടെയും യോഗം മുതിർന്ന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഇന്ന് ചേർന്നു. സംഘടനാപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. ഇനി UDF തലത്തിലുള്ള സീറ്റ് വിഭജനവും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവും വേഗത്തിൽ നടത്താനുള്ള ക്രമീകരണങ്ങൾ ആലോചിച്ചു. വളരെ വിജയസാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാണുന്നത്, UDF കാണുന്നത്. അതേപോലെ തന്നെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. സംഘടനയുടെ ശാക്തീകരണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചെടുക്കുന്ന കാര്യം ചിലർ ഉന്നയിച്ചു. എന്നാൽ ഈ അഭിപ്രായത്തിന് വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കവിയും സാഹിത്യ നിരൂപകനുമായ KG ശങ്കരപ്പിള്ളയ്ക്ക് ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പ്രഖ്യാപനം നടത്തിയത്. 2025 പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് പ്രശസ്ത കവി ശ്രീ KG ശങ്കരപ്പിള്ളയാണ്. ആധുനിക മലയാള കവിതയിലെ നവഭാവുകത്വത്തിന്റെ ശീഘ്രഗതിയിൽ നിന്ന പ്രതിഭയാണ് KG ശങ്കരപ്പിള്ള. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. NS മാധവൻ, KR മീര, ഡോക്ടർ KM അനിൽ, പ്രൊഫസർ CP അബൂബക്കർ എന്നിവർ ഉൾപ്പെട്ട പുരസ്കാര സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. KGS എന്നറിയപ്പെടുന്ന KG ശങ്കരപ്പിള്ളയ്ക്ക് മലയാളത്തിലെ ശ്രദ്ധേയനായ കേരള സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭാഷാപിതാവിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് KG ശങ്കരപ്പിള്ള പ്രതികരിച്ചു. നീതി കേന്ദ്രീകൃതമായ നിലപാടിൽ വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല എന്നതാണ് KGSന്റെ പ്രത്യേകത. കൊല്ലം ജില്ലയിലെ ചവറ സ്വദേശിയാണ് കവി KG ശങ്കരപ്പിള്ള. ചവറ ശങ്കരമംഗലം കാമൻകുളങ്ങര ഗവൺമെൻറ് LP സ്കൂൾ, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിൽ പഠനം. 1971 മുതൽ കേരളത്തിലെ വിവിധ സർക്കാർ കോളേജുകളിൽ മലയാള വിഭാഗം അധ്യാപകനായി പ്രവർത്തിച്ച അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലായി വിരമിച്ചു. മലയാള കവിതാ അനുഭവത്തെ ആധുനിക ആവിഷ്കാരത്തിൽ വ്യത്യസ്തമാക്കിയ കവികളിൽ പ്രധാനിയാണ് KGS. ഭാഷയിലും രൂപത്തിലും ഭാവത്തിലും തൻ്റേതായ പുതിയ വഴി അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. 1970കളിൽ ബംഗാൾ എന്ന കവിതയിലൂടെയാണ് ശ്രദ്ധ നേടിയത്. 1998ലും 2002ലും കേരള സാഹിത്യ അക്കാദമി അവാർഡും 2002ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുള്ള KGSന്റെ മലയാള രചനകൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും ചൈനീസ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇംഗ്ലീഷ്, സിംഹള ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2008ലെ P. കുഞ്ഞിരാമൻ നായർ അവാർഡ്, 2009ലെ ഓടക്കുഴൽ അവാർഡ്, 2009ലെ ഹബീബ് വലപ്പാട് അവാർഡ്, 2011ലെ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം, 2018ലെ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, 2020ലെ കടമനിട്ട രാമകൃഷ്ണൻ അവാർഡ് തുടങ്ങിയവയാണ് അദ്ദേഹം നേടിയ മറ്റു പ്രധാന പുരസ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഉംറ തീർത്ഥാടക വിസയിൽ വലിയ ഭേദഗതി വരുത്തിയതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. പുതിയ ഭേദഗതി അനുസരിച്ച് ഉംറ വിസ ഇഷ്യൂ ചെയ്ത് 30 ദിവസത്തിനകം ഉംറ തീർത്ഥാടകർ സൗദിയിൽ പ്രവേശിച്ചില്ല എങ്കിൽ വിസ റദ്ദാക്കപ്പെടും. ഉംറ തീർത്ഥാടക വിസയിൽ മാറ്റം വരുത്തിയ ഭേദഗതി അനുസരിച്ച് ഉംറ വിസ ഇഷ്യൂ ചെയ്ത് 30 ദിവസത്തിനകം ഉംറ തീർത്ഥാടകർ സൗദിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ വിസ റദ്ദാക്കപ്പെടും. പുതിയ ഭേദഗതി അടുത്ത ആഴ്ചയാണ് പ്രാബല്യത്തിൽ വരിക. നിലവിലുണ്ടായിരുന്ന ഉംറ വിസയുടെ സാധുതാ കാലയളവ് 3 മാസത്തിൽ നിന്നാണ് 1 മാസമായി കുറച്ചത്. അടുത്ത ആഴ്ച മുതൽ ഇതൊരു മാസമായി കുറയും. അതേസമയം തീർത്ഥാടകർ സൗദി അറേബ്യയിൽ എത്തിയതിനു ശേഷമുള്ള താമസത്തിനുള്ള സാധുതാ കാലയളവ് 3 മാസമായി മാറ്റമില്ലാതെ തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സുൽഫിഖ്റദായ്, അമൃത ന്യൂസ്, ജിദ്ദ. വിജ്ഞാൻ ഭാരതിക്ക് കീഴിലുള്ള സയൻസ് ഇന്ത്യ ഫോറം UAE സംഘടിപ്പിക്കുന്ന ചിൽഡ്രൻസ് ഇന്നൊവേഷൻ ഫെസ്റ്റിവലിന് ദുബായിൽ തുടക്കമായി. CBSE സ്കൂളുകളിൽ പഠിക്കുന്ന 2000-ലേറെ കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ദുബായ് പേൾ വിസ്ഡം സ്കൂളിലാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി നടക്കുന്നത്. വിജ്ഞാൻ ഭാരതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സയൻസ് ഇന്ത്യ ഫോറത്തിന്റെ UAE ഘടകമാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ ചിൽഡ്രൻസ് ഇന്നോവേഷൻ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. UAEയിലെ CBSE സിലബസ് പിന്തുടരുന്ന 86 സ്കൂളുകളിൽ നിന്നായി 2000-ലേറെ കുട്ടികൾ 2 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ആരോഗ്യത്തിനും ക്ഷേമത്തിനുമായി നമ്മുടെ ആവാസ വ്യവസ്ഥയെ മനസ്സിലാക്കുക എന്ന പ്രമേയത്തിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ വ്യത്യസ്തമായ പ്രൊജക്ടുകളാണ് ഇത്തവണത്തെ പ്രത്യേകത.
സയൻസ് കിറ്റ്, കളറിംഗ് മത്സരം, ഹ്രസ്വചിത്ര പ്രദർശനം, അധ്യാപകർക്കുള്ള ശില്പശാല, സയൻസ് വർക്ക്ഷോപ്പ്, കരിയർ ഗൈഡൻസ് പ്രോഗ്രാം എന്നിവയൊക്കെ മേളയുടെ ഭാഗമായി നടക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിദ്യാർത്ഥികളുടെയും സ്കൂളുകളുടെയും പങ്കാളിത്തത്തിൽ ഗണ്യമായ വർധനവ് ഇത്തവണയുണ്ടെന്ന് ചിൽഡ്രൻസ് ഇന്നോവേഷൻ ഫെസ്റ്റിവലിന്റെ കോർഡിനേറ്റർ സ്മിത വിനോദ് പറഞ്ഞു. എൻവയൺമെന്റും സസ്റ്റൈനബിലിറ്റിയും ഇതെല്ലാം നമ്മുടെ മെയിൻ ആയിട്ടുള്ള തീംസ്. 85ഓളം സ്കൂൾസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യം 2000 കുട്ടികളുടെ മുകളിലുണ്ട്. എല്ലാ എമിറേറ്റ്സ് നിന്നും ഇക്കൊല്ലം പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കുട്ടികളെ സ്വതന്ത്രമായി ചിന്തിക്കാനും ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാനും പ്രേരിപ്പിക്കുന്നതിനായാണ് ഇത്തരം മേളകൾ സയൻസ് ഇന്ത്യ ഫോറം സംഘടിപ്പിക്കുന്നതെന്ന് UAE ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ സതീഷ് കൃഷ്ണൻ പറഞ്ഞു. ഈ ഇന്നോവേഷൻ ഫെസ്റ്റിവൽ കൊണ്ട് നമ്മൾ പറയുന്നത് സയൻസ് മാത്രമല്ല, there is other scopes for children also. Children should choose their career according to their passion, not because somebody forces you to do that. You need a holistic approach to nation building. Adil we feel that we are making a change in the minds of children. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ സാമ്പത്തിക വ്യാപാര വാണിജ്യ വിദ്യാഭ്യാസ വിഭാഗം കോൺസുൽ BG കൃഷ്ണൻ, സയൻസ് ഇന്ത്യ ഫോറം UAE ചാപ്റ്റർ പേട്രൺ ഡോക്ടർ സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, CBSE UAE ഡയറക്ടർ ഡോക്ടർ രാംശങ്കർ, സയൻസ് ഇന്ത്യ ഫോറം UAE ജനറൽ സെക്രട്ടറി ഡോക്ടർ സുഭാഷ് നായർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. അമൃത ന്യൂസ്, ദുബായ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന് തുടക്കമായി ദിവസവും 30 മിനിറ്റ് വീതം വ്യായാമത്തിന് നീക്കിവെക്കുക എന്ന സന്ദേശവുമായാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് നടക്കുന്നത്. വർക്കൗട്ട് ക്ലാസുകൾ, യോഗ പരിശീലനം എന്നിവയിൽ സൗജന്യമായി പങ്കെടുക്കുവാനുള്ള അവസരം ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് എന്ന ആശയത്തിന് പിന്നിൽ. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക എന്ന ആഹ്വാനവുമായി ദിവസേനയുള്ള വ്യായാമത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടിയാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് നടക്കുന്നത്. നവംബർ 30 വരെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായുള്ള വിവിധ ആക്ടിവിറ്റികൾ നടക്കും. സൗജന്യ വർക്കൗട്ട് ക്ലാസുകൾ, സെഷനുകൾ, യോഗ പരിശീലനം, വിവിധതരം കളികൾ എന്നിവയിലൊക്കെ സൗജന്യമായി പങ്കെടുക്കാനുള്ള അവസരം ഇത്തവണയുണ്ട്. ദുബായ് റൈഡ്, ദുബായ് റൺ, ദുബായ് യോഗ, ദുബായ് സ്റ്റാൻഡപ്പ് പാഡിൽ എന്നീ ഇവന്റുകളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. കൈറ്റ് ബീച്ച്, സബീൽ പാർക്ക്, അൽവർഖ പാർക്ക് എന്നിവിടങ്ങളിലാണ് പ്രധാന ഫിറ്റ്നസ് വില്ലേജുകൾ. 30 ദിവസം പ്രതിദിനം 30 മിനിറ്റ് വ്യായാമം ചെയ്യുക എന്നതാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ആഹ്വാനം. അമൃത ന്യൂസ്, ദുബായ്. 3 മാസത്തിനിടയിൽ സൗദി അറേബ്യ 8,12,572 തൊഴിൽ വിസകൾ അനുവദിച്ചതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. ബംഗ്ലാദേശിലെ ധാക്ക സൗദി എംബസിയാണ് 3ാം പാദത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ വിസകൾ സ്റ്റാമ്പ് ചെയ്തത്. 2ാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ മുംബൈ സൗദി കോൺസുലേറ്റ് 93,839 വിസകളും, 3ാം സ്ഥാനത്തുള്ള പാകിസ്ഥാനിലെ കറാച്ചി കോൺസുലേറ്റ് 88,273 തൊഴിൽ വിസകളും 3 മാസത്തിനിടെ അനുവദിച്ചു. ദുബായിലെയും ഷാർജയിലെയും റോഡുകളിൽ അതിവേഗ ലൈനുകളിലെ ഡെലിവറി ബൈക്ക് നിരോധനം പ്രാബല്യത്തിൽ വന്നു. 5 അതിൽ കൂടുതലോ ലൈനുകളുള്ള റോഡുകളിൽ ആദ്യ 2 സ്പീഡ് ലൈനുകളിൽ ഡെലിവറി ബൈക്കുകൾ ഓടിക്കാൻ അനുമതിയില്ല. 3 or 4 ലൈനുകളുള്ള റോഡുകളിൽ ഇടതുവശത്തെ അതിവേഗ ലൈനിൽ ഡെലിവറി ബൈക്കുകൾ ഓടിക്കാൻ പാടില്ല എന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നു. നിയമം ലംഘിച്ചാൽ ആദ്യ തവണ 400 ദിർഹവും ആവർത്തിച്ചാൽ 700 ദിർഹവുമാണ് പിഴ. 2 അതിൽ കുറവോ ലൈനുകളുള്ള പാതകളിൽ നിയന്ത്രണമുണ്ടാവില്ല. ഷാർജ എമിറേറ്റ്സിലും സമാനമായ നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി സൂചനാ ബോർഡുകളിൽ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. OICC കുവൈറ്റ് നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. അബ്ബാസിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആക്ടിംഗ് പ്രസിഡന്റ് സാമുവൽ ചാക്കോ കാട്ടൂർ കളിക്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ OICC ദേശീയ നേതാവ് വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനവും നിർവഹിച്ചു. കുവൈറ്റ് ഇന്ത്യൻ അസോസിയേഷൻ ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്ററുമായി ചേർന്ന് നവംബർ 14 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 12 വരെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അലദാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെൻ്ററിലാണ് പരിപാടി. രക്തം നൽകാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ വിവരങ്ങൾക്ക് 9000-663 അല്ലെങ്കിൽ 98867234 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. പങ്കെടുക്കുന്നവർക്ക് ഗതാഗത സൗകര്യം ലഭ്യമാണ്. കുവൈറ്റിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വേട്ടയാടരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം. അത്തരം പ്രദേശങ്ങളിൽ നിയമം ലംഘിച്ചാൽ വേട്ടയാടിയാലും കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ്. നിയമലംഘനമായ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, വേട്ടയാടൽ ഉപകരണങ്ങൾ, പരുന്തുകൾ എന്നിവ കണ്ടുകെട്ടുമെന്ന് അധികൃതർ അറിയിച്ചു. കേരള സംസ്ഥാനം രൂപീകൃതമായതിൻ്റെ 69ാം വാർഷിക ദിനം കേക്ക് മുറിച്ച് ആഘോഷിച്ചും ഭാഷാ പ്രതിജ്ഞയെടുത്തും റിയാദ് കൊടുങ്ങല്ലൂർ കൂട്ടായ്മ മാതൃകയായി. റിയാദിലെ ബത്താലുഹ മാൾട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കിയ പ്രസിഡന്റ് ജെൻ കൊടുങ്ങല്ലൂർ
ഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സെയ്ഫ് റഹ്മാൻ, VS അബ്ദുൽ സലാം ഷാനവാസ്, മുസ്തഫ, ആഷിഖ്, അഫ്സൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഇനി കായിക വാർത്തകൾ നോക്കാം. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ നാളെ നടക്കും. ദക്ഷിണാഫ്രിക്കയാണ് എതിരാളി. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ പകൽ 3 മണിക്കാണ് മത്സരം. 7 തവണ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ 5 വിക്കറ്റിന് കീഴടക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ നാളെ കളിക്കാനിറങ്ങുന്നത്. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം രോഹൻ ബൊപ്പണ്ണ വിരമിച്ചു. സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് 20 വർഷം നീണ്ടു നിൽക്കുന്ന കരിയർ അവസാനിപ്പിക്കുന്നതായി ബൊപ്പണ്ണ പ്രഖ്യാപിച്ചത്. ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണെന്നും ബൊപ്പണ്ണ പറഞ്ഞു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.